വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. 1 കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 16:9 എഴുതിയിരിക്കുകയാണ്, ഫലപ്രദമായി പ്രവർത്തനിക്കാൻ ദൈവം എനിക്കൊരു വലിയ വാതിൽ തുറന്നിരിക്കുന്നു എന്ന്. ചുമ്മാ ആരോ ഒരു പുസ്തകം ലൈബ്രറിയിൽ എടുത്ത് വായിച്ചപ്പോൾ കിട്ടിയൊരു പോയിന്റ് കുറിച്ച് വെച്ചതല്ല. ഒരാളുടെ അനുഭവം പൗലോസ്ലീഹ പറയുവാണ്, ഫലപ്രദമായി പ്രവർത്തിക്കാൻ. ചുമ്മാ എന്തെങ്കിലും പ്രവർത്തിക്കാനല്ല, വിജയിക്കുന്ന ചില പ്രവൃത്തികൾ ചെയ്യാൻ. അതാ ഫലപ്രദമായ പ്രവൃത്തികൾ ചെയ്യാൻ ദൈവം എനിക്കൊരു വലിയ വാതിൽ തുറന്നിരിക്കുന്നു എന്ന്. ഇത് നിങ്ങൾക്കും പറയാൻ ഇടവരട്ടെ. പ്രാർത്ഥിക്കുന്ന, നിയോഗം വച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളും പറയും, എനിക്കും ദൈവം ഫലപ്രദമായി പ്രവർത്തിക്കാൻ ഒരു വാതിൽ തുറന്നു തന്നു എന്ന്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ വാതിൽ ദൈവം തുറക്കും. നിങ്ങളുടെ ഭാവിയെ നോക്കി ദൈവം പറയുന്നു, ഈ വാതിൽ തുറക്കും. നിങ്ങൾ തള്ളി നോക്കിയിട്ടും മുന്തി നോക്കിയിട്ടും ആരോഗ്യം വെച്ച് നോക്കിയിട്ടും സ്വാധീനം വെച്ച് നോക്കിയിട്ടും ഒക്കെ ഇത് അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. ചവിട്ടി നോക്കി കുത്തി നോക്കി തുറക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളാകെ പേടിക്കുന്നു. ദൈവത്തിന് തുറക്കാൻ പറ്റും. വിശ്വസിക്കുന്നെങ്കിൽ ഈ വാതിൽ തുറന്നിരിക്കും. പൗലോസ്ലീഹ പറഞ്ഞു, ഫലപ്രദമായി പ്രവർത്തിക്കാൻ. അതാണ് വെളിപാട് ഗ്രന്ഥം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ മുമ്പിൽ ഒരു വാതിൽ സ്ഥാപിച്ചു എന്നല്ല, ആർക്കും പൂട്ടാൻ ഒക്കത്തില്ലെന്ന്.